കൊച്ചു കുളിക്കാൻ പോയപ്പോ സോപ്പ് കഴിഞ്ഞു, അത് വാങ്ങാൻ പോയിരിക്കുന്നുണ്ട്. ക്യാഷ് കൊടുത്ത് വാങ്ങൂ ഡ്രസ് മിസ് ചെയ്തിട്ടാ. കച്ചവടമൊന്നുമില്ല, എനിക്ക് മേടിച്ചത് എന്താ ഓരോരുത്തര്. അതെന്താ കച്ചവടം ഉണ്ടോ കുട്ടികളായിട്ട് അങ്ങനെയാട്ടെ. മാനസ അവൻ കേൾക്കണ്ടെന്ന് അറിയുന്നത്. അവൻ കേക്കുണ്ട്. ഷിജു അവൻ ഒറ്റയ്ക്കും പോയിട്ടില്ല. കാലത്ത് ഞാൻ 9:30 ചേട്ടന്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നാളെ സംസാരിച്ചിട്ട് അവപ്പം പോയി. അപ്പൊ ഞാനിത് കോൾ എടുത്തിട്ട് ആരാന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു ചേട്ടൻ എന്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനോട് ഉണ്ട്, ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്നെ മനസ്സിലായോന്ന് ചോദിച്ചു. മനസ്സിലായോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് നീ കൊച്ചുവല്ലേടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊച്ചുവെന്ന് പറഞ്ഞു. എന്നിട്ട് സംസാരിച്ചു, കുറെ നേരം സംസാരിച്ചു. എനിക്കിപ്പോ സംശയം നീ കൊച്ചിലടൊക്കെ ചോദിച്ച കാരണം ഉണ്ടാവും കൊച്ചു വന്ന് പറഞ്ഞ സംശയം. അത് കൊച്ചു തന്നെ. എന്നിട്ട് കുറെ നേരം സംസാരിച്ചു. 10 മണി കട്ട് ചെയ്യുമ്പോ ഭയങ്കര സന്തോഷമായി സംസാരിച്ചപ്പോ. നമ്മൾ ഇത്രയും നാള് കണ്ടിട്ട് പറഞ്ഞ് ഓക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് വരും ഉറപ്പായിട്ട് എന്തായാലും കേറുന്നുണ്ട്. ഞാൻ മേടിച്ചോളാം ഷിജു എന്ന് പറയുകയും മാനസ ബാക്ക് അടിച്ച് നോക്കുന്ന ഷിജു. മാനസ കേൾക്കട്ടെ കൊച്ചു കേൾക്കണം അവൻ പറഞ്ഞിട്ടാ. അനുജ ഉണ്ടെങ്കിൽ എന്താ പിന്നെ അച്ഛാ ആർക്കാ കൊടുക്കണേ, അമ്മയെ അറിയിക്കട്ടെ. എന്നിട്ടാ കുപ്പി വളക്കച്ചോളല്ലേ ഉണ്ടെങ്കിൽ എന്താ പിന്നെ അച്ഛാ ആർക്ക് കൊടുക്കാനാ, അമ്മയെ അറിയിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അനുജ ഇതാരാധിക്കുന്നത്, ഇതാണ് ശ്രീലുട്ടാ. മാനസ ഷിജു ഏട്ടാ ഞാൻ ലേറ്റ് ആയിട്ട് വന്നതാ, അതാ കാണാൻ പറഞ്ഞിട്ടാ. ഷിജു മാനസ അവൻ കാണിക്കണ കണ്ടുപോകുന്നുണ്ട്. ഷിജു MP യാത്ര എന്തേ ചോദിക്കുന്നുണ്ട്. മാനസ ഇത് കഴിഞ്ഞ് നോക്കാം ഷിജു ഏട്ടാ പറയുന്നുണ്ട്. വർഗീസ് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ് മേടിച്ചോളാം ഷിജു എന്ന് പറയുന്നിട്ടാ. മാനസ ബാക്ക് അടിച്ചാൽ ഇല്ല വർഗീസ് ചേട്ടാ ചോദിച്ചാ. അങ്ങനെ പാട്ട് പാടി ഷിജുല്ലോ, ഒരു പാട്ട് പാടിയിട്ട് ചിരി വരുന്നു എനിക്ക് പാട്ട് പാടാൻ പറയും. എന്ത് ടീച്ചറെ പാട്ട് പാടി അയക്കാന്ന് പറഞ്ഞത് ഞങ്ങൾ കട്ട വെയിറ്റിംഗിലുണ്ട്. പിന്നെ ഇവിടെ ആ പാട്ട് പോരട്ടെ, അത് കേൾക്കി വാട്സാപ്പിൽ കേൾപ്പിക്കാം. ഇപ്പൊ നമ്മുടെ സീലിന്റെ പാട്ട് ഡയറക്റ്റ് കേൾക്കാം. ദീപ ചേച്ചി ഹായ്, എന്താ പരിപാടി? മോണിറ്റൈസേഷൻ ആയി ചേച്ചി നമ്മളെ ചാനലില് ചുരിദാറാണ് ഞായറാഴ്ച. കുറെ പേരെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ വെയിറ്റിംഗിലാണ് ചുരിദാറിട്ടിട്ട് നേരിട്ട് കാണാനായിട്ട്. ഫുഡ് കഴിച്ചാ ദീപ ചേച്ചി? സീലു കമോൺ, ഏതെങ്കിലും ഒരു 4 വരി പാട്ട് നിനക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു പാട്ട് പറയും. നേരിട്ട് കാണുമ്പോ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഏതെങ്കിലും ഒരു 4 വരി മതി. നോക്കണ്ട കണ്ട അതിനൊക്കെ നാളൊക്കെ ഉണ്ടല്ലേ. ഏത് പാടാ ഞാൻ ആലോചിക്കട്ടെട്ടാ. കൊറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തപ്പിരിക്കണം. ആലോചിക്കട്ടെ, മനസ്സിൽ വന്നത് പാടാം. ഏത് പാട്ട ഞാൻ ലൈവില് പാടാൻ വേണ്ടി പറഞ്ഞ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ മറന്നു. ഏതാണെങ്കിലും പാടൂ, നൈസായിട്ട് ചിന്തിച്ചു. അയ്യോ, ഈ പാടുമ്പോ ഏറ്റവും കേൾക്കാൻ രസമുള്ള പാട്ട് ഒന്നും പറയണ്ട, ഇജ്ജ് പാടിട്ടേ പോയാൽ മതി തന്നെട്ടാ. ടീച്ചറെ പാട്ടും വിനേട്ടന്റെ ഡാൻസും. ഓഹോ, ചേട്ടൻ ഒരു പാട്ട് പാടുന്നിട്ട് ഞാൻ പാടാം. എന്റെ പാട്ട് ഇവിടെ എല്ലാരും എന്നും കേൾക്കുന്ന ഒരു ലൈവിൽ ചോദിക്കുന്നിട്ട് 5 പാട്ട് ഞാൻ മൂളിപ്പാട്ടായിട്ട് എല്ലാവർക്കും എന്നെ വെറുപ്പാ, മടുത്തു തന്നെ. ഈ നമ്മൾ പുറമെ ആൾക്കാരെ വെച്ച് പാടിപ്പിക്കണത്. പാടിട്ട് ഞാൻ പാടാം. അപ്പൊ എനിക്ക് ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ പാടാൻ പറയുമ്പോ പാടിട്ടാ തരാ ഞാൻ. അതല്ല പറഞ്ഞ, ഇന്ന് ഞാൻ പോർച്ചുഗലിൽ വരുന്ന ആൾക്കാരുടെ ദിവസമാണ്. അവരുടെ പെർഫോമൻസ്, അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ കഴിവുകളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ലൈവ് ഇടുമ്പോ നമ്മുടെ മുഖം കാണണല്ലോ. ഇപ്പൊ ചുതലിൽ വരുമ്പോ നിങ്ങളിൽ കാണുന്നത് കൂടുതൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ കഴിവുകൾ എന്താ, നിങ്ങളുടെ പാട്ടുകൾ എന്താ, അത് പോരട്ടെ. കമോൺ. ഓട്ടംതുള്ളലല്ല ടീച്ചറെ, ചവിട്ട് നാടകമാണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പഞ്ചവർണ്ണ തത്ത മതി എന്ന് പറയുന്നുണ്ട്. റീലോഡഡ് MP ഞാൻ കേട്ടില്ല പറയുന്നുണ്ട്. അനുജ ഇത് നമ്മുടെ പാവം വിപിൻ ചേട്ടനും അശ്വിനി ചേച്ചിയുമാണ്.
ചിത്ര, MG ശ്രീകുമാർ ഒന്നുമല്ല. ധൈര്യമായി പഠിക്കോ.